തുഫാൻ തുഫാൻ ഇടിമിന്നലിന്നു തടയിട്ടവനെ തുഫാൻ. ഞാൻ ചോദിച്ചു ഇക്ക ഏതാ പടം എന്ന് ചോദിച്ചു. അപ്പോൾ KGF എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ തന്നെ ഒരു കിളിപാറി. KGF എന്ന് പറഞ്ഞത് എൻ്റെ ശരിക്കും ഒരു ജീവിതമാണ്. ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് വൈഫിനെ വിളിക്കാൻ പറ്റില്ല, കാരണം സൗണ്ടൊക്കെ മൊത്തം പോയി. കാറിയിട്ട് ഒരു ബംഗാളി പണിയല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു റെക്കോർഡിങ് ആദ്യമായിട്ടായിരിക്കും. പുതുവർഷം കാണാൻ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ നമ്മള്. അപ്പൊ ആ പാട്ടില് ലാലേട്ടൻ, എൻ്റെ വോയിസിൽ ലാലേട്ടൻ ലിപ് ഉണ്ടാവും. അത് തന്നെ ഏറ്റവും വലിയ അവാർഡാണ് എനിക്ക്. അപ്പോഴേക്കാണ് കൊറോണ വന്നത്. അപ്പൊ സംഭവം പിന്നെ ഇങ്ങനെ നീണ്ടിരിക്കണില്ല. അപ്പോഴേക്കും ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിവിട്ടു. ഇപ്പൊ എൻ്റെ വൈഫിന് പോലും അറിയാൻ പറ്റില്ല. ഞാൻ ഒരാഴ്ചയൊക്കെ ഞാൻ വേറെ വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പെയിന്റിങ്ങിന്റെ അടി തന്നെ. സ്കൂളിനെ ഇനോഗ്രേഷൻ വിളിച്ചു. അത് ഞാൻ ശരി സന്തോഷമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രധാന അധ്യാപികയും രണ്ടുപേരും കൂടെ വന്നു. വിപിനെ ഞങ്ങൾ ഉദ്ദേശിച്ച ആള് താങ്കളല്ല. അപ്പോഴേക്കും ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ കറങ്ങി. 5000-ഓളം വേദികൾ കീഴടക്കി ഏകദേശം 30 വർഷമായി എന്താ പറയുക ഗാനമേളയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം സാർ. വിപിൻ സേവ്യർ എന്നല്ലേ ഫുൾ നെയിം? ഞാൻ ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞതാ. ചേട്ടൻ്റെ ഹമ്മഹമ്മയല്ലേ ഏറ്റവും ഹിറ്റായ, അല്ലെങ്കിൽ ചേട്ടൻ ഇന്നും ആ വേദിയിലെത്തുമ്പോൾ ആൾക്കാർ കൂടുതൽ ആവശ്യപ്പെടുന്നത്? ഒന്ന് പഠിക്കേ. ഫസ്റ്റ് നമ്മള് 94-ൽ ഗാനമേളയിലേക്ക് വരുന്നത് ആ പാട്ടിന്റെ ഒരു വരവോടെയാണ്. അപ്പൊ ആ പാട്ട് റൊമാൻസ് ഗുരുവാണല്ലേ ചേട്ടൻ? 94-ൽ വരുമ്പോ തന്നെ ഈ പാട്ട് പാടിയിട്ടാണ് ഇങ്ങോട്ട് ഉയർന്നു വന്നത്. തീർച്ചയായിട്ടും. ഇപ്പോഴും നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആണ്. സ്റ്റേജിൽ ആൾക്കാരെ ഇളക്കാനുള്ള. ഞാൻ ഇവിടെ നിന്ന് ഇളവോ? ഇളക്കാൻ നോക്കാം. അത് നോക്ക്. സലൈ ഓരം വന്ന് അലൈ മോദിയത് ആഹ എന്ന സുഖമോ, പിഞ്ചി പൊൻവിരൽ നെഞ്ചை தீண்டியது என்ன இடமோ, சித்தம் கிழிதிருக்கு ரத்தம் துடி துடிக்கு முத்தம் 100 விதமோ, அச்சம் நாணம் வராளை கண்டவுட ஐயோ தெய்வ பதமோ, அம்மா 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 ஏ அம்மா ஓ அம்மா 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 அந்த அரபிக்கடலோரம் அழகை கண்டேனே, அந்த கன்னி தென்றல் ஆட வெளுக்க கண்கள் கண்டேனே, அம்மா அம்மா അമ്മ 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 അമ്മ. ഇതിങ്ങനെ പാടുമ്പോൾ തന്നെ സ്റ്റേജിൽ എന്താ പറയുക, ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഒരു വാ കൊണ്ട് പാടിയോണ്ടാണ് ഇതിന്റെ മ്യൂസിക്കും കൂടെ ഒക്കെ കയറി വരുമ്പോൾ ഒരു രക്ഷയില്ലല്ലേ? ബീറ്റ് ഭയങ്കര 10-26 വർഷമായിട്ട് ആ പാട്ട് ഇപ്പോഴും നമ്മള് ഇപ്പൊ അമ്മ അമ്മ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓഡിയൻസിനെ കൊണ്ട് പഠിക്കും. അപ്പൊ ആ ഒരു കോറസ് അവരെ കൊണ്ട് പഠിക്കുമ്പോ അവരും കൂടി ഇപ്പോഴത്തെ ഷോകളൊക്കെ മൊത്തം അങ്ങനെയല്ലോ, ഓഡിയൻസ് ഇൻവോൾവ് ആയിട്ട് ചെയ്ത് മറ്റേ അതിനൊരു കോമഡി ഇറങ്ങിയായിരുന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴും ലിറിക്സ് മറന്നു പോകുമ്പോഴത്തേക്കും ഗായകൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നു. അത് ഈയിടെ ഒരു ഇത് കണ്ടായിരുന്നു, ലിറിക്സ് മറന്നു പോകുമ്പോൾ ഉടനെ എടുത്ത് വെക്കും. അതൊന്നും അല്ല നിങ്ങൾക്ക്, പക്ഷേ ശരിക്കും ലൈവ് പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാണ്. ഓഡിയൻസ് സപ്പോർട്ട് ഇല്ലെങ്കിൽ സീനാണ്. അതുകൊണ്ടാണ് 5000 വേദികളിൽ ഇപ്പൊ നിൽക്കാൻ പറ്റുന്നത് അല്ലേ? സത്യം ചേട്ടാ. കാരണം 5000 വേദികളിൽ സാധാ ഒരു കൊച്ചിക്കാരൻ എത്തിപ്പെടുക ഭയങ്കര വലിയ ടാസ്ക് ആണ് ചേട്ടൻ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും? ഞാൻ മലയാളി അസോസിയേഷനുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു 5ാമത്തെ പാസ്പോർട്ടാണ്. അപ്പൊ അതിനും ദൈവത്തോട് നന്ദി പറയുന്നു. 5ാമത്തെ പാസ്പോർട്ട് സൂപ്പർ ചേട്ടാ. കേൾക്കുമ്പോൾ ഒരു ചെറിയ ചെങ്കന് വേദന ഉണ്ടെങ്കിലും സൂപ്പർ ചേട്ടാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 5000 വേദികളിൽ പാട്ട് പാടുക എന്നുള്ളത് നമുക്കൊരു വലിയ ടാസ്ക്കാണ്. കാരണം നിങ്ങളുടെ സൗണ്ട്, നിങ്ങൾ അതിൽ എപ്പോഴും എന്താ പറയുക, നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ചേട്ടൻ ഏറ്റവും കൂടുതൽ പാടുന്നത് ഫാസ്റ്റ് റൺ സോങ് ആണോ അതോ മെലഡീസ് ആണോ? എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു ചൂസ്? എങ്ങനെയായിരിക്കാം ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുകയെന്ന്? തുടക്കം നമ്മൾ ഗാനമേളയാണ്. അപ്പോൾ ഗാനമേള എന്ന് പറയുമ്പോൾ ആ ടൈമിൽ ഹിറ്റായിട്ടുള്ള പാട്ടുകളുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞു ലൈക്ക് ഹമ്മ അമ്മ ആ ഹിറ്റായിരുന്നു. പിന്നെ ഷൺമുഖ ആ പാട്ട്, വില 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 ആ പാട്ട് ആ സമയത്ത്. അപ്പം ഒരു സീസണിലുള്ള പാട്ടുകൾ നമ്മൾ എന്തായാലും പഠിക്കണം. പിന്നെ നാടൻ പാട്ടുകൾ അങ്ങനെ കുറച്ച് നമുക്ക് ലിസ്റ്റുകളുണ്ടാവും. പിന്നെ ആ സമയത്താണ് വിജയ് സാറിൻ്റെ പാട്ട് എന്നിസை പാടി വരും ഇളം കാറ്റുക്ക് ഉരുവമില്ലേ ആ പാട്ടുകൾ. അപ്പം ആ സമയത്ത് നമ്മളെല്ലാം മിക്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം
ഓഡിയൻസിന് അടിപൊളി പാട്ടും അതിൻ്റെ കൂടെ ഒരു മെലഡിയും കൂടി ചെല്ലുമ്പോൾ അത് വേറൊരു മൂടാം. പിന്നെ ആ സമയത്താണ് വന്ദേ മാതരം ഇറങ്ങിയത്. വന്ദേ മാതരം, ഹമ്മ ഹമ്മ, അതുപോലെ വന്ദേ മാതരം. ഞാൻ ഇപ്പോഴും എൻ്റെ ബാൻഡ് ഷോയ്ക്കൊക്കെ ഫസ്റ്റ് വന്ദേ മാതരം പാടുന്നത്. അപ്പോൾ എല്ലാ മെലഡിയും എല്ലാം കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ജോണർ മാത്രം ആ ഒരു കാറ്റഗറി പോകും. മെലഡി പ്ലസ് അടിപൊളി മെയിൻ. ഓഡിയൻസ് എന്തായാലും അവിടെ ഒരു മെയിൻ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മെലഡിയും കൂടി ആൾക്കാരെ കൊണ്ടൊക്കെ പാടിക്കുമ്പോൾ മുസ്തഫ അതിൻ്റെ ഓഹോ, അത് നമ്മുടെ ഫ്ലാഷ് മൊബൈൽ ഒക്കെ വെച്ച് കാണിക്കുമ്പോൾ അത് വേറൊരു വൈബാണത്. അങ്ങനെ ഓഡിയൻസ് എത്ര നമുക്ക് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര എനർജി ആയിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഓഡിയൻസിന്റെ കയ്യടിയാണല്ലോ ഞങ്ങളെയൊക്കെ പ്രചോദനം. ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുമ്പോ ഓഡിയൻസ് വെറുതെ ഇങ്ങനെ ചത്തോല്ലി നമ്മളെ മൂടും. അപ്പൊ നമ്മളേക്ക് യാന്ത്രിക വൈബോ, നമ്മുടെ പൈസക്ക് വേണ്ടി പാടുന്ന സീനായി പോകും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇപ്പൊ നമ്മള് വന്നിട്ട് ഒരു ചാമ്പങ്കടി ആകുമ്പോ ഓഡിയൻസ് അതിന് അവരപ്പ ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് അതിപ്പോ കൂക്കാണെങ്കിലും അടിപൊളിയാ, ഒന്നെങ്കിലും അടിപൊളി കയ്യടി അല്ലെങ്കിൽ കൂക്ക്. അപ്പൊ നമുക്ക് ആൾക്കാർ എനർജിക്ക്. പിന്നെ കൂക്കാണെങ്കിൽ നമ്മൾ ഓൾറെഡി അവരെ നമ്മൾ സെറ്റാക്കി എടുക്കും. പിന്നെ അവർ നമ്മുടെ ഒരു മൂഡിലേക്ക് വരും. ചേട്ടൻ്റെ സിനിമാ ഗാനങ്ങളിലേക്ക് വരാൻ മുമ്പ് ചേട്ടൻ ഈ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇങ്ങനെ ഓഡിയൻസ് ഇപ്പോൾ ഈ ചേട്ടൻ സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ, ലൈവ് സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു റിമി ടോമി വന്നതിന് ശേഷം, അതായത് റിമി ടോമിക്ക് മുന്നേ ഗാനമേളയുണ്ട്, ഇല്ലെന്നല്ല, നമ്മൾ റിമി ടോമിയും ഗാനമേളയിൽ നിന്നാണ് വന്നത്. ഗാനമേളയിൽ പാട്ട് പാടാൻ വരുന്നവർ ഷോയ്ക്ക് മുന്നേ ഇങ്ങ് വന്നിട്ട് കൈയൊക്കെ വെച്ചിട്ട്, ഇപ്പം ചേട്ടനൊക്കെ എന്നോട് മറ്റേ ആ പാട്ടില്ല എന്താ മുസ്തഫ ഒക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന അവരിങ്ങനെ ഒരു ഹിന്ദി പാട്ട് പാടുന്ന ഒരു കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കത്തില്ലേ, ഒരു പ്രത്യേക ആംഗിൾ കാണിച്ചിരിക്കത്തില്ലേ? എങ്ങനെയാ ചേട്ടൻ എങ്ങനെയാണ്? അതോ സൈലന്റ് ആയിട്ട് വന്ന് സൈലന്റ് ആയിട്ട് പോവാണോ? നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് വരും, പിന്നെ ഇടക്ക് ഓരോ പ്രത്യേക സ്റ്റെപ്പുകളും അങ്ങനെ ഒരു പാവത്തിനെ പോലെ. നമ്മള് പാവമാണ് എങ്കിലും പാവത്തിനെ പോലേക്ക് വന്നിട്ട് അന്നത്തെ കാലത്ത് നമ്മൾ ഗാനമേളയിൽ കാണുമ്പോഴേ ഏറ്റവും കൂടുതൽ ആളുകൾ മുടി നീട്ടി വളരെ ഹിന്ദി ഈ ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ, ഇയാൾ ഹിന്ദിയാണോ പാടുന്നത് തമിഴാണോ പാടുന്നത് എന്നുള്ള അവരുടെ അറ്റയറുണ്ട് അല്ലേ? അങ്ങനെ എന്തെങ്കിലും അറ്റയറൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ഈ കയ്യിലൊക്കെ ഇത്രയും വലിയ? അത് നമ്മൾ ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ്. ഇങ്ങനെ മൈക്ക് പിടിക്കുമ്പോ ഒരു ഷോ ആണല്ലോ, ഇപ്പഴത്തെ പ്രോഗ്രാം മൊത്തം ഷോ ആണല്ലോ. പിന്നെ എനിക്ക് കൂടുതൽ ഹെയർ ഉണ്ടായിരുന്നു. മറ്റേ റിക്കി പറഞ്ഞ ആ പാട്ടൊക്കെ പാടുമ്പോ നമ്മള് റോക്ക്, ബോബ് മാളിന്റെ പാട്ട് പാടാറുണ്ട്. അങ്ങനെയൊക്കെ പാടുമ്പോ നമുക്ക് ഇങ്ങനെ മുടിയൊക്കെ ഒരഴകല്ലേ. പിന്നെ റഹ്മാൻ സാറിനോട് ഒക്കെ മുടി ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഉറപ്പായിട്ടും. അതായത് ഞാൻ പറഞ്ഞ നമ്മൾ ആ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോൾ നമ്മള് തിരിച്ചറിയൽ ആവശ്യപ്പെടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് യുണീക്ക് ആയിട്ടിരിക്കുക. കേറുമ്പോഴാ ഇത് ഒരാള് ഇത് പാട്ട് പാടി ഇത്രയും പേരിൽ ഒരാള് എന്തെങ്കിലുമൊക്കെ നടക്കുന്നൊരു സംഭവം അത് അറ്റയറിൽ കാണിക്കാന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ. അത് തീർച്ചയായും ചേട്ടാ, ഞാൻ പറഞ്ഞില്ല നമ്മളൊക്കെ 100 പേരുടെ ഇടയിൽ നമ്മളൊരാളെ ഇങ്ങനെ നോക്കുമ്പോ നമുക്കൊരു ഇതല്ലേ, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചേട്ടനെ കാണാൻ എ ആർ റഹ്മാന്റെ ഷേപ്പ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പറയല്ലേ? അല്ല സീരിയസ് ആയിട്ട് ചോദിച്ചാ ഉണ്ടെന്നൊക്കെ അല്ല ചോദിച്ചാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അപ്പൊ പിന്നെ എന്താ പറയാന്നാണ്. അല്ല ഞാനിപ്പോ ചേട്ടനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിച്ചത് എ ആർ റഹ്മാന്റെ ഹെയർ എന്ന് പറഞ്ഞ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരുന്നല്ലോ. പുള്ളി ഫസ്റ്റ് ടൈം വന്ദേ മാതരം റിലീസ് ആകുമ്പോൾ പുള്ളിക്ക് ഹെയർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്നോട്ട് ഇങ്ങനെ പുള്ളിയുടെ ബിഗ് ഫാൻ. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് എന്റെ കല്യാണത്തിനാണ് കുറച്ച് വെട്ടിയത്. മെന്നായിട്ട് പള്ളിയിൽ പോകുന്ന കുറച്ച് അല്ലെങ്കിൽ അച്ഛൻ കയറ്റത്തില്ല, മറ്റേ സർട്ടിഫിക്കറ്റ് പിന്നെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതെ നമ്മുടെ ഫീൽഡ് അല്ലേ. അപ്പൊ അല്ല ഇപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ ആ ഒരു ഫീച്ചർ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അറിയപ്പോ ഒരു ചമ്മലൊക്കെ അല്ലേ. ചേട്ടന്റെ ലൈഫിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മള് ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ ഒരു ദിവസം കണ്ണൂരായിരുന്നു പരിപാടി. അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാവും. കുളിക്ക് കൂടുതലാണ്. കൊച്ചിയിൽ നിന്ന് വെളുപ്പിനെ പോയിട്ട് അവിടെ എത്തുമ്പോ രാത്രിയാവല്ലോ. അപ്പൊ പ്രോഗ്രാമിന് കയറണ കിട്ടുമ്പോ എനിക്ക് കുളിക്കണം. അപ്പൊ ഞാനൊരു കമ്മിറ്റിക്കാരനെ വിളിച്ചിട്ട് ചേട്ടാ എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ടയേർഡാണ്. അപ്പൊ ശരി. അപ്പൊ ഒരു കമ്മിറ്റിക്കാരൻ എന്നിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു വീട്ടിൽ പുള്ളി കൊണ്ടാക്കി. അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് ആരോ വിളിച്ച് അവിടെ എന്തോ ഗാനോൾക്കാർക്ക് ഫുഡ്. അപ്പൊ പുള്ളി പോയേട്ടാ. അപ്പൊ ആ വീട്ടിലെ ആൾക്കാർ വന്നപ്പോ കുളിമുറി കുളിക്കണ സൗണ്ട് കേൾക്കണേ. ഇവിടെ ഞങ്ങളെല്ലാരും അമ്പലത്തിലായിരുന്നില്ല, ഇത് ആരാന്ന് ചോദിച്ചു. ഞാനിവിടെ വന്നാണ്. അപ്പൊ ഇങ്ങനെ തുറന്ന് കുളിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ താൻ ആരാന്ന് ചോദിച്ചു. അതിനുപന്നെ ആളെ കൂടി കള്ളനെന്നൊക്കെ പറഞ്ഞു.
അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ കരയാൻ തുടങ്ങി. ചേട്ടാ ഞാൻ കള്ളനല്ല, സത്യമായിട്ട് ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നെന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്നെ ഇടികൊള്ളും. അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ സത്യമായിട്ട് ഞാൻ എന്നെ മറ്റേ ചേട്ടൻ കൊണ്ട് താൻ പാടാൻ വന്നില്ല. ഞാൻ പറഞ്ഞു പാടാൻ വന്നില്ല, എനിക്ക് കുളിക്കാൻ വേണ്ടി പറഞ്ഞ ഭാഗ്യല്ല ഇപ്പൊ ഞങ്ങൾ കൈവച്ചനെ കള്ളനെന്ന കുറിച്ച് ഒരാളുടെ വീട്ടില് കുളിമുറി. അങ്ങനെ ഒരു കോമഡി. പിന്നെ ഒരു ചെറിയ സങ്കടം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ചോട്ടാകുമ്പോഴൊക്കെ പാടി ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടി ഉദ്ഘാടനങ്ങളൊക്കെ, സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, സ്കൂളിനെ ഇനോഗ്രേഷൻ വിളിച്ചു. അത് ഞാൻ ശരി സന്തോഷമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ചെന്നു ആ സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ PT ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് എന്നെ ഇരുത്തി. ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണേട്ടാ. നമുക്ക് 11 മണിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ നോക്കിയിട്ടാ. ഞാൻ പിന്നെ ഇങ്ങനെ എത്തിയൊക്കെ നോക്കണേ ഇങ്ങനെയൊക്കെ. പടി എന്തോ സീനുണ്ടല്ലോ നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രധാന അധ്യാപികയും 2 പേരും കൂടെ വന്നു. വിപിനെ ഞങ്ങൾ ഉദ്ദേശിച്ച ആള് താങ്കളല്ല. അപ്പം ഞാനാകെ സ്ട്രക്കായി. എന്താ സംഭവം എന്നറിയില്ല. അപ്പം സോറി ഒന്നും വിചാരിക്കരുതെന്ന് പറയും. അപ്പം ഞാൻ എന്നെ വിളിച്ച ആൾക്കാർ വന്നു, എടാ ഒന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ സാധാരണ പോകുമ്പോൾ നമ്മുടെ ചെറിയൊരു പേയ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പരിപാടിക്ക് പോകുന്നത്. ഞാൻ ഒന്നും പറയാണ്ടാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ കരഞ്ഞു. വൈഫിനോട് ഞാൻ പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ അതെനിക്ക് അറിയില്ല. പിന്നെ ആരും പേര് ചോദിച്ചില്ല. വിളിച്ചു വരുത്തി അവരുദ്ദേശിച്ച പാട്ടുകാരൻ ഇതൊന്നും അല്ലായിരുന്നോ? അപ്പൊ പിന്നെ പിന്നെ അതൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ഒരു വാശിയാണ് നമ്മുടെ. എന്തെങ്കിലും ആട്ടെ, നമ്മുടെ മൂഡ് പോയി. നമുക്ക് മൂഡ് മാറ്റാൻ വേണ്ടി ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ചേട്ടന് 35ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതും മോഹൻലാലിന് വേണ്ടിയിട്ട് തന്നെ 2-3 പാട്ട്, മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് തൊമ്മന് മക്കൾ. അതൊന്ന് പാടിക്കേട്ടാ. അതിനു മുമ്പ് ഞാൻ ഒരു ഫസ്റ്റ് എനിക്ക് ഇപ്പൊ നമ്മൾ ഗാനമേളയിൽ അടിച്ചു പൊളിച്ചിരിക്കുമ്പോൾ നമുക്ക് ലജ്ജാവതി ഭയങ്കര തരംഗോട്ട ടൈമായിരുന്നു. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് എനിക്ക് ആദ്യമായിട്ട് എന്നെ നമ്മുടെ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ഫാനാണ് സാറിനെന്നൊക്കെ പറഞ്ഞു. ഓക്കെ മോനെ അടിപൊളി. അപ്പോൾ അന്ന് ഷോയ്ക്ക് പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്റ്റൈലും കാര്യങ്ങളും നമ്മുടെ സംസാരവും എല്ലാം ആറ്റിറ്റ്യൂഡൊക്കെ പുള്ളി. അപ്പോൾ പുള്ളി എനിക്ക് നമ്പർ തന്നു. എൻ്റെ നമ്പറാണ്, ഇടയ്ക്ക് വിളിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചു, മോനെ പറ്റിയൊരു സാധനം വന്നിട്ടുണ്ട്, നീ എറണാകുളത്ത് തന്നെ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇഷാൻ ദേവാണ് പുള്ളിയുടെ അസിസ്റ്റന്റ്. അപ്പോൾ പുള്ളി ഇല്ല, ഇഷാനുണ്ട്, അവൻ എല്ലാം സെറ്റാക്കി. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു പാട്ട് കേൾപ്പിച്ചു. ഞാൻ കിടുങ്ങിപ്പോയി. കാര്യം എനിക്കറിയായിരുന്നു ആ പാട്ട് എന്തായാലും ഹിറ്റാവുന്നു. അന്ന് യൂട്യൂബും വാട്സപ്പ് ഒന്നും ഇല്ലാണ്ട് കോളേജ് പിള്ളേരുടെ മനസ്സിൽ കയറിയൊരു പാട്ടാണ്. പാട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ബൊമ്മ ബൊമ്മ കുട്ടിലിട്ട ചെറു ബൊമ്മ 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 ഫ്രകണിഞ്ഞ കുട്ടി ബൊമ്മ വളച്ച് പ്രേമിച്ച് നടക്കണ ചെറുക്കാൻ തനിക്ക് താനിട്ട് വളർത്തണ പാര തടിച്ച പുളിങ്കൊമ്പില വളങ്ങ് മുങ്ങും കുടിച്ചു കുത്താടിയവനങ്ങ് പൊങ്ങും. ഓ ആ പാട്ട് ബൊമ്മ. അതാണ് ഞാൻ ഫസ്റ്റ് പാടുന്നത്. സിനിമയിലേക്കുള്ള എൻട്രി ശംഭു എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടാണ്. അപ്പൊ ജാസി ചേട്ടൻ, ഞാൻ, ഇഷാൻ, പിന്നെ ജോർജ് പീറ്റർ, അങ്ങനെ അന്ന് ഒരു റാപ്പ് ഒരു പെപ്പെ നമ്പർ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അലക്സ് പോൾ സാറിൻ്റെ കൂടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കോറസും കാര്യങ്ങളായിട്ടൊക്കെ. അങ്ങനെയാണ് മമ്മൂക്കട പടത്തിൽ. അതൊരു സലീം കുമാർ ചേട്ടൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ പറഞ്ഞോടോ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അപ്പോൾ തൻ്റെ ഒന്ന് വോയിസൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അലക്സ് സാറ് പറഞ്ഞു. അപ്പോൾ കൈതപ്രൻ സാറ് ലിറിക്സ് എഴുതി നോക്കിയപ്പോൾ പുള്ളി ഒരു ട്യൂണിട്ട്. അപ്പോൾ അങ്ങനെയാണ് எந்த உலகினிலே வாழும் எனது ராசாவை வாழ்த்து பாடல் பாடுவோமே ஏத்துக்கொள்வாயோ தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமித்தோ துடித்தாளம் தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமித்தோ துடித்தாளം. ഒറ്റ പോർഷൻ പിന്നെ എന്തൊക്കെയുള്ള കുറച്ച് ഹമ്മിങ്ങും അതൊരു ഡാൻസ് പാട്ടല്ലോ. അതിന്റെ മധുച്ചേട്ടൻ പ്രദീപേട്ടൻ അതിലാണ് പുള്ളി ഫസ്റ്റ് പുണ്യവാനിസാക്കിൻ
അത് പ്രതിപള്ളി. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ഒരു എൻട്രി ആണെന്ന് തന്നെ പറയാം ആ പടം അല്ലേ. അപ്പൊ ചേട്ടൻ സിനിമയിലേക്ക് വന്നത് ശരിക്കും ചേട്ടന്റെ സ്റ്റേജ് ഷോ കണ്ട് ജാസി ചേട്ടൻ വന്ന് വിളിച്ചിട്ടാണോ സിനിമയിലേക്ക് വന്നത്? അങ്ങനെയാണ് ഒരു ശരിക്കും. കാരണം നമ്മളൊക്കെ അറിയാലോ, നമ്മളെ സാധാരണ കുടുംബത്തിൽ നിന്ന് തന്നെ. അപ്പൊ നമുക്കൊരു വേ കിട്ടാൻ ഭയങ്കര പണിയല്ലേ. ഓപ്പണിങ് നമ്മളൊരാൾ അത് വർഷം ഏതായിരുന്നു ചേട്ടാ? 96, 97 ഇരിക്കും. നമുക്ക് ഒരാൾ കൈ പിടിച്ച്, നമ്മളെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കുടുംബങ്ങളിൽ നിന്നല്ല, നമുക്ക് അങ്ങനെ ഒരു വേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കൈ പിടിച്ച് തന്നെ തീർച്ചയായും ശാസ്ത്രീയ സൗഹൃദം ഇപ്പോഴും ഇടയ്ക്ക് പ്രോഗ്രാമിനെ കൂടാറുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഒരു പുള്ളിയുടെ തെലുങ്കിന്റെ ഒരു സംഭവം പാടിയിട്ടുണ്ടായിരുന്നു. പാടിയിട്ടുണ്ട്. മലയാളം അല്ലാതെ തെലുങ്കും കന്നഡ. വേറെ ഏതൊക്കെ ഭാഷ പാടിയിട്ടുണ്ട്? തമിഴ് ചെറിയ പടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. ചെറിയ പടങ്ങളില് എനിക്ക് തോന്നുന്നു ഈ റീമേക്കിൽ ഏതൊരു പാട്ട് പാടിയിട്ടില്ലേ? റീമേക്ക് എന്ന് പറയരുത്, കാര്യം KGF റീമേക്കിൽ ഞാൻ കുറെ പാടിയിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മള് ഈ ഡബിങ് പടം എന്നാണ് പൊതുവെ പറഞ്ഞത്. അപ്പൊ ഞാൻ പ്രഭാസിന്റെ പാടിയിട്ടുണ്ട്. പിന്നെ കുറെ പാടിയിട്ടുണ്ട്. അത് ചിലപ്പോ ലിറിക്സ് റൈറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സമയത്ത് ആരും ഉണ്ടാവില്ല. ഇങ്ങനെ ഇട്ടിട്ട് മറ്റേത് പോയി പാടിക്കോ, അവിടെ നമ്മുടെ ഒരു ചെറിയ പേയ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കേട്ട്, ഞാനും നമ്മുടെ ഈ റെക്കോർഡിസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു സെൻസ് ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പാടിയ അതുമായിട്ട് ലിപ്പ് സിങ്ക് ചെയ്ത് പാടിപ്പോവും. പക്ഷെ KGF എന്ന് പറഞ്ഞത് എൻ്റെ ശരിക്കും ഒരു ജീവിതമാണ് ഇത്. കാരണം നമ്മുടെ കൊറോണ നമ്മളിങ്ങനെ 10-20 ഇങ്ങനെ വർഷങ്ങളായിട്ട് അടിച്ച് പൊളിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഞാൻ ഒരു പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് കൊറോണ വന്നത്. അപ്പൊ കുറച്ച് സ്ട്രഗിളായിരുന്നു. കാരണം അറിയാലോ, നമ്മുടെ വീടൊക്കെ വെച്ചിട്ട് മൊത്തം ബാങ്ക് ബാലൻസ് ഒക്കെ എല്ലാം പോയി. എല്ലാവർക്കും ലോകം മൊത്തം സ്ട്രക്കായിരുന്നു. അപ്പോൾ ശരിക്കും ആ സമയത്ത് ആദ്യത്തെ ലോക്ക്ഡൗൺ ഒന്നും കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അടിപൊളിയായിട്ടൊക്കെ. നമ്മൾ പെട്ടെന്ന് വന്നതുകൊണ്ട് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മള് ഫുൾ എല്ലാവരും വീട്ടില് സന്തോഷം. എനിക്കൊരു ഷോപ്പുണ്ട്, അപ്പൊ അവിടെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ എല്ലാ വീട്ടിലും സന്തോഷം. അപ്പൊ ഞാൻ ഓർത്ത് ഇനി ഒരു 5-6 മാസം ഒരു 3 മാസം കഴിഞ്ഞ് സംഭവം പിന്നെ ഇങ്ങനെ നീണ്ടിരിക്കണില്ല. അപ്പോഴേക്കും ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിവിട്ടു. ഞാൻ വിചാരിച്ചു ഇത് നടക്കൂല, നടപടിയാവൂല. രണ്ടാമത്തെ കൂടി വന്നപ്പോൾ നമ്മൾ തകർന്നു പോയി. തകർന്നു പറഞ്ഞാൽ ഞാൻ ശരിക്കും നമ്മള് എൻ്റെ വിദേശത്തുള്ള കൂട്ടരൊക്കെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, എടാ ഒരു സംഭവം ഉണ്ട്, അതിനെന്താണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലിയൊക്കെ സെറ്റാക്കാം, നീ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് അയച്ച കൊടുത്ത്. പിന്നെ ഇപ്പോൾ എൻ്റെ വൈഫിന് പോലും അറിയാൻ പറ്റില്ല, ഞാൻ ഒരാഴ്ചയൊക്കെ ഞാൻ വേറെ വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കൂട്ടുകാരുടെ കൂടെയൊക്കെ നമ്മൾ, കാര്യം നമുക്ക് അല്ലെങ്കിൽ ഒരു ഭ്രാന്തായി പോകുന്നൊരവസ്ഥയൊക്കെ ശരിക്കും. പാടാൻ സ്റ്റേജില്ല, നമുക്ക് കാര്യങ്ങൾ നടക്കണ്ടേ. എത്ര വലിയ ആളൊരു EMI ഉണ്ടാവുമല്ലോ, വീട്ടിന്റെ EMI, കാറിന്റെ EMI, പിന്നെ ക്ലാസ് ഒക്കെ ഇല്ലാതുകൊണ്ട് ആ ഒരു സംഭവം ഇല്ലായിരുന്നു, പിള്ളേർക്ക് പോകണ്ടാത്തോണ്ട്. അപ്പൊ ഞാൻ ഒരാഴ്ചയൊക്കെ അറിയാണ്ടൊക്കെ വർക്കിനൊക്കെ പോയായിരുന്നു. എന്ത് പണിക്കൊക്കെ പോയത്? പെയിന്റിങ്ങിന്റെ പോയിരുന്നു. പെട്ടെന്ന് പെയിന്റിങ് പണിക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ, കാര്യം നമ്മുടെ മനസ്സിൽ ഞാൻ സൂപ്പർ സ്റ്റാർ അല്ല എൻ്റെ മനസ്സിൽ. അപ്പൊ ഇനി ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞ്, പക്ഷെ മാസ്ക് ഉണ്ടായിരുന്നല്ല, മാസ്ക് ഒരു രക്ഷയാണ്. പിന്നെ ആ സമയത്ത് അത് നോക്കൂലേ, നമുക്ക് ആ സമയം സത്യം ചേട്ടാ, അന്നത്തെ നമ്മുടെ വിശപ്പിനെ കഴിഞ്ഞ് വലുതൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വൈഫ് പിള്ളേരൊക്കെ അമ്മയൊക്കെ പിന്നെ കട പിന്നെ എൻ്റെ കയ്യിലേക്കായിരുന്നു. അപ്പൊ നമ്മൾ തന്നെ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോഴേക്കുമാണ് എനിക്കൊരു വിളി വന്നത്. അപ്പൊ കൊറോണ ലാസ്റ്റ് ടൈമിലേക്ക് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കണാണ്, തീരാനുള്ള അവസ്ഥ. അപ്പോഴേക്കും നമ്മുടെ അൻവർ സാത്ത് സിംഗറുണ്ട് ട്രിവാൻഡ്രം, പുള്ളി കുറെ പാട്ടൊക്കെ പാടിയുണ്ട്. എന്നിട്ട് ജില്ലം ജില്ലാല അതൊക്കെ പാടിയേക്കണോ. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ അന്നെന്തോ ഞാൻ വീട്ടിലെ ഉറക്കത്തില്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു, അൻവർക്ക് ആ മോനെ എവിടെയാടാ? ഞാൻ വീട്ടിലേക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്തൊക്കെയുണ്ട്? ഞാൻ പറയാ നല്ല വിശേഷമല്ലേ, അടിപൊളിയല്ലേ, 2 വർഷമായിട്ട് വീട്ടിൽ നിന്നല്ലേ. അപ്പൊ പറഞ്ഞേടാ ഒരു പാട്ട് പാടാണ്ടല്ലോ. ഞാൻ പറഞ്ഞു പാടാലോ. വേറെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഹൈദരാബാദിൽ പോണം, ഹൈദരാബാദിൽ പോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹൈദരാബാദിൽ പാട്ട് പാടും. ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാമാണ്, അപ്പൊ സന്തോഷിച്ച് കുറച്ച് പൈസ കിട്ടുമല്ലോ നമ്മുടെ ആ സമയത്ത്. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് അന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ കറക്റ്റ് 2 ദിവസം ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലിക്ക പരിപാടി ഏറ്റെടുക്കാന്ന് പറയാം, കാരണം അതും കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ എടാ ഇത് ഒരു പടമല്ലേ, നല്ല പടമല്ലേ നീ. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല പറഞ്ഞു, ഞാൻ
ചെയ്യാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോലും ഞാൻ എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ കത്തി. ഞാൻ ചോദിച്ചു ഇക്ക ഏതാ പടം എന്ന് ചോദിച്ചു. അപ്പോൾ KGF എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പം തന്നെ ഒരു കിളി പാറി KGF കാരണം ഞാൻ ഈ KGF 1 എൻ്റെ കൊച്ചിയിൽ തിയേറ്ററിലേക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാടാൻ ആഗ്രഹിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ അതിൽ ഉണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓർത്തേ ഈ പടം ഇതൊക്കെ എവിടെ എനിക്ക് റെക്കോർഡ് ചെയ്യണത്. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ സുധാംശു എന്നും പറഞ്ഞൊരു പേരുണ്ട്, ലിറിക്സ് റൈറ്റർ സുധാംശു സാറ്. ഞാൻ സുധാംശു ശരി പുള്ള നമ്പർ ഒപ്പിച്ച് വിളിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെ അറിയാവുന്ന ഒരു പേര് അത് മാത്രമേ ഉണ്ടുള്ളൂ. അപ്പൊ KGF 1 എല്ലാ സിംഗേഴ്സും അവരുടെ അവിടുത്തെ ടീമാണ്, അവിടുത്തെ മലയാളികൾ വെച്ചേക്കാണ് അവർ പാടിച്ചേക്കണത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളെ വേണമെന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും, നമുക്ക് ഒരു സെക്കൻഡ് ലൈഫിലേക്ക് നമുക്ക് വന്നം, നമ്മുടെ സ്റ്റേജൊക്കെ തിരിച്ചു പിടിക്കണം. അപ്പൊ എനിക്കറിയാം KGF 2 പാടിക്കഴിഞ്ഞാൽ എന്തായാലും അത് ഓക്കെ ആണെന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങളവിടെ പോയി ബസ്രൂർ എന്ന സ്ഥലം, ബസ്രൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരത്ത് നിന്ന് പിന്നെ 90 കിലോമീറ്റർ അവിടെ പോകണം. അത് നമുക്ക് ഒരിക്കലും അവിടെ എത്തിപ്പെടാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ എനിക്ക് ഏറ്റവും വലിയ ബിൽഡിങ് ഇതാണ്, രവി ബസ്രൂർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുടെ വീടാണ്. അപ്പോൾ അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റൂല, അവിടെ നിന്ന് വിളി വരാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്നു 2 ദിവസം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് എനിക്കൊരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണ്. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കണ്, അതിൻ്റെ ഡയറക്ടർ തൊട്ടിപ്പുറത്ത് ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്കൊരു ചമ്മൽ, ദൈവമേ ഇത്ര വലിയ ആള് സാപ്പിടുങ്ങോ. പുള്ളിയുടെ വീട്ടുകാരോട് നമുക്ക് കറിയൊക്കെ കഴിച്ചാൽ അത് ഭയങ്കര എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന സംഭവമാണ്. നമ്മൾ ഈക്വൽ ആയിട്ട് കാണുന്നത് ഭയങ്കര അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അങ്ങനെ ചെയ്യാമെന്ന്, അങ്ങനെ ആളുകളോട് പെരുമാറാമെന്ന് ഭയങ്കര രക്ഷയില്ല. ഞങ്ങൾ ചെല്ലണേലും 2 ദിവസം മുമ്പ് യശ് അവിടെ നിന്ന് പോയെന്ന് പറഞ്ഞു. പുള്ളിയുടെ വർക്ക് കഴിച്ച് പുള്ളി ബാംഗ്ലൂർ ഹൈദരാബാദിലേക്ക് പോയി. ബാക്കി കുറെ നടന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഡബിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ. അങ്ങനെ അതൊരു സംഭവം പാടി കഥ പറ. പാടി ഞങ്ങള് അടിപൊളിയായിട്ട് പാടി. അവിടെ തന്നെ റെക്കോർഡിങ് ഫുള്ള് അപ്പൊ ഞങ്ങള് ശരിക്കും ടീം വർക്കാണത്. ഞാൻ അൻവർക്ക പിന്നെ ഒരു 2 മലയാളികളുണ്ട്. അപ്പൊ ഞങ്ങള് കുറച്ച് പോർഷനൊക്കെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സമുദ്ര की लहरों ऐसी सिद्धि है तूफान, छटा भी तो कम रही है, सिद्धि सिद्धि है तूफान, सिद्धि है तूफान, तूफान തുഫാൻ ഇടിമിന്നലിന്നു തടയിട്ടവനെ തുഫാൻ, തുഫാൻ പടവെട്ടിടുന്ന രണഭൈരവനെ തുഫാൻ, തുഫാൻ തുടികൊട്ടിരുന്ന കടുന്തുവനെ തുഫാൻ, തുഫാൻ ചിറകെട്ടിരുന്ന നെടുനായകനെ ധീര 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 നീ സുൽത്താനാ, ധീര 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 നീ സുൽത്താനാ, ധീര 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 നീ സുൽത്താനാ, ധീര 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 നീ സുൽത്താനാ. Salam Rocky Bhai, Rocky, Salam Rocky Bhai, Rocky, Salam Rocky Bhai, O laka tera bhai, wo hai sabka bhai, wo hai sabka bhai, Dheera 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 ni sultana, Dheera 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 ni sultana. അത് നല്ല രസമുണ്ട്. എന്നാന്നറിയാവോ, ഈ ആദ്യത്തെ തൂഫാൻ ഉള്ളതിനെ കഴിഞ്ഞ് നമ്മൾ മലയാളികൾ മറ്റേ ഇത് കൂട്ടിയിട്ടേക്കുന്ന ഇതാണ് ധീര 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 ധീര. അപ്പൊ നിങ്ങൾ ഇത്രയും ഈ ഒരു ടീമായിട്ടായിരുന്നു ഈ പാട്ട് പാടിയത്. അപ്പൊ ചേട്ടന്റെ സംശയമൊക്കെ മാറിയോ, സുധാംശു എങ്ങനെയാണ് ഹാ ഹോ ഒക്കെ വെക്കുന്നതെന്ന്? അത് അവരൊരു ഐഡിയ തന്നു, പിന്നെ കറക്റ്റായിട്ട് അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സാധനം അത് തുഫാൻ അങ്ങനെയാണ് പാടിയത്. ഞാനിപ്പോ ഇവിടെ തുഫാൻ ശരിക്കും അങ്ങനെ പാടിയപ്പോ ബസ്രൂർ സാറ് പറഞ്ഞു, സാറ് ഇത് ലവ് സിനിമ അല്ല, ഇതൊരു മാസ് പടം. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഒരു റഫ് വോയിസ് തുഫാൻ തുഫാൻ അങ്ങനെ ഒരു 10-20 ട്രാക്കുകൾ പാടുമ്പോഴാണ് നമ്മൾ ആ തിയേറ്ററിൽ കേൾക്കണ എഫക്റ്റ് കേൾക്കണത്. അപ്പൊ എന്നോട് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആൾക്കാർ പറഞ്ഞ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് തെലുങ്കും മലയാളവും എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ
പ്രാന്ത് പിടിച്ചിട്ടല്ലേ കൊറോണയൊക്കെ നമ്മൾ ചവിട്ടി പൊളിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഈ സാധനം നമുക്ക് നമ്മുടെ ഒരു മൈൻഡിൽ ഈ സാധനം കിട്ടുന്നത്. റീ എൻട്രി അതിൽ തന്നെ ധീര ഒറ്റയ്ക്ക് വന്ന യുവധീര രണധീര നരക വഴി തേടും ഈ ധീര. പുള്ളിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു പാട്ടുണ്ട്. അങ്ങനെ രണ്ട് പാട്ടിൽ ഞങ്ങൾ ഇതിൽ പാടിയിട്ടുണ്ടായിരുന്നു. KGF നല്ല പേയ്മെന്റ് ഒക്കെ കിട്ടിയില്ല നേരത്തേക്ക്? അത്യാവശ്യം പേയ്മെന്റ് കിട്ടി. അല്ല അങ്ങനെയല്ല, കൊറോണ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോന്ന് അറിയാൻ വേണ്ടി. പിന്നെ അത് നമ്മളിവിടെ നിന്ന് ഫ്ലൈറ്റ് ഫുൾ കമ്പനി ഹോംബാളെ കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്ന് കോള് വന്നു, നമ്മൾ നമ്മുടെ മെയിലിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വന്നു, അങ്ങനെ പോയി ശരിക്കും. അപ്പോൾ നമുക്ക് എന്നെ പോലെ തന്നെ എല്ലാവർക്കും വാശിയുണ്ട്. നാലുപേരും ഇങ്ങനെ പവറായിട്ട് ഇരിക്കണ അടിപൊളിയായിരുന്നു. നല്ലൊരു ഭയങ്കര വ്യത്യസ്ത ഒരു അനുഭവമായിരുന്നു ശരിക്കും. ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് വൈഫിനെ വിളിക്കാൻ പറ്റില്ല, കാരണം സൗണ്ടൊക്കെ മൊത്തം പോയി. കാറിയിട്ട് ഒരു ബംഗാളി പണിയല്ല. അത് എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു റെക്കോർഡിങ് ആദ്യമായിട്ടായിരിക്കും. നമ്മള് കുറെ റഫ് വോയിസിൽ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും ഇത് 2 ദിവസം കട്ടപ്പണിയായിരുന്നു. പണിയെടുപ്പിച്ച് പിഴിഞ്ഞെടുത്തവര്. അത് നമ്മള് അതിന്റെ ഒരു ഫലം ഇപ്പോഴും സ്റ്റേജ് ഫ്ലൈറ്റ് അങ്ങനെ അത് വലിയ പടമല്ല. അപ്പൊ അങ്ങനെ ഒരു അല്ല പേര് വരിക എന്ന് പറയുന്നത് തന്നെ അത്രയും വലിയൊരു മാസപടത്തിന് മലയാളികളുടെ പേര് വരിക എന്ന് പറയുന്നത് തന്നെ. പിന്നീട് ഏതെങ്കിലും ഡബിങ് പടത്തിന് പാടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, പിന്നെ വാരിക്കുഴി പാടിയിട്ടുണ്ടായിരുന്നു. കൊലപാതകം അങ്ങനെ 3-4 പടം പാടിയിരുന്നു മലയാളത്തില്. ഡബിങ് ആയിട്ടുള്ള പാടിയിട്ടില്ല. പിന്നെ അന്യഭാഷാ ചിത്രങ്ങളൊന്നും പാടിയിട്ടില്ല. അല്ല ഒറ്റെണ്ണം പാടിയാൽ മതിയല്ലോ, എന്തിനാ 100 പാടുന്നത്? 2026 വെയിറ്റിംഗ് ആണ് 3ക്ക് വേണ്ടിട്ട്. 3ക്ക് വേണ്ടിട്ട് വിളിക്കുന്നത് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. വരട്ടെ. നമുക്ക് സന്തോഷമാണ്. നമ്മൾക്കറിയുന്ന ഇപ്പൊ ചേട്ടന്റെ നാട് കൊച്ചിയില് എന്താ പറയാ തോപ്പുംപടി, മുണ്ടമ്പേലി 1.5 കിലോമീറ്റർ. അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെയൊക്കെ എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾക്ക് കൈ പിടിക്കാനോ വേയിലേക്ക് പോകാനോ ഒരു പ്രോപ്പറായിട്ടൊരു വേ ഇല്ല. നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നേ നടന്നവരാരും സിനിമാ ഫീൽഡിലോ അങ്ങനെയൊന്നും എത്തപ്പെട്ടിട്ടില്ലായിരിക്കും. അപ്പച്ചൻ സിംഗറാണ്, പക്ഷെ അവര് പ്രദേശത്ത് ദാസേരന്റെ കൂടെയൊക്കെ സ്റ്റേജൊക്കെ പങ്കിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ അറിയാലോ എല്ലാവരും. സിനിമയിൽ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ടോ പാടാൻ? ഉറപ്പായിട്ടും ഇപ്പോഴും ചോദിക്കണ്ടേ. ഞാനത് ആരോടാ ചോദിച്ചെന്നല്ലേ. പണ്ട് ഈ നമ്മുടെ ജാസിയേട്ടനെ പരിചയപ്പെടുന്നതിന് മുന്നേ പോയിട്ടുണ്ടോന്ന് ചോദിച്ചത്. നമ്മള് അന്നേരം എന്താണ് നമ്മുടെ ഒരു ജീവിത സാഹചര്യമൊക്കെ വെച്ചിട്ട് അന്ന് നമുക്ക് ഗാനമേളകളിൽ പാടി പൈസ ഉണ്ടാക്കുക, ഒരു വീട് വെക്കുക. നമ്മള് സാധാരണ കുടിലൊക്കെ അല്ല. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ഇങ്ങനെ സിനിമയിൽ നിന്ന് നമുക്കങ്ങനെ അന്ന് കുറച്ച് പേരുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും അറിയാവുന്ന ബിജുനാരായണന്റെ ഗാനമേളയിലൊക്കെ നമ്മൾ മെയിൻ സിംഗർ ആയിരുന്നു. അങ്ങനെ ജാസ്തിയിൽ പാടി. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, രാഹുൽ രാജ്, അവിടെ ചങ്ക് ബ്രോ ചേട്ടൻ. അദ്ദേഹമാണ് ചോട്ടാമുംബൈ കൊണ്ട്. ചോട്ടാമുംബൈ പ്രത്യേകിച്ച് അതിലൊരു കാര്യം പറയാം. അൻവർ റഷീദ് പുള്ളി, ഞാൻ സ്റ്റാർ സിംഗർ എന്നൊരു, അപ്പോൾ അതിലൊരു അടിപൊളി കോണ്ടസ്റ്റന്റ് ആയിരുന്നു, കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ രാഹുൽ ഏട്ടൻ്റെ ഒരു അമൃത ചാനലിലൊരു സാധനം ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എടാ സിനിമയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അപ്പോൾ ഇടക്കിടക്ക് നീ എന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ ഞങ്ങളുടെ കൊച്ചിക്കാരുടെ കഥ പറഞ്ഞ് ചോട്ടാമുംബൈ. ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ നമ്മള്. അപ്പൊ ആ പാട്ടില് ലാലേട്ടൻ, എന്റെ വോയിസിൽ ലാലേട്ടൻ ലിപ്പ് ഉണ്ടാവും. അത് തന്നെ ഏറ്റവും വലിയ അവാർഡാണ് എനിക്ക്. ചോട്ടാമുംബൈയിലെ പാട്ട്. വാസ്കോഡ ഗാമ went to the drama, പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ തേരുന്നേ ഒന്നായി ഒരു നൂറുമ്മ, കൊച്ചിയിലെ മച്ചനെ കച്ചമുറുക്ക്, തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക്, കുത്തഴിയും നാളുകളെ കൊട്ടിയണക്ക്, പട്ടണവും ജീവിതവും കഴുകി മിനുക്ക്, എസിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള. വാസ്കോഡ ഗാമ went to the drama, പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനും നമ്മൾ വരുന്നേ ഒന്നായി ഒരു നൂറുമ്മ.
ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ നാട്ടിൽ കൂടെ ചേട്ടൻ്റെ പാട്ട് കേട്ട് ഭാര്യയും മക്കളെയും കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര പ്രൗഡാണല്ലേ? ഭയങ്കര അതൊരു പ്രത്യേക മൂടാണ്. പ്രത്യേകം വെച്ചാൽ നമ്മുടെ പാട്ട് നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഇത് പുറത്തുനിന്നുള്ളത് ഇത് ഞാൻ പാടിയതാന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ ആൾക്കാർ ഇത് നമ്മുടെ കൊച്ചൻ്റെ പാട്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളോട് പറയുമ്പോൾ എടാ നീ പാടിയ പാട്ടെന്ന്. ഇപ്പൊ ഒരു കൊച്ചിക്കാരൻ വേറെ എടുത്തില്ലുമ്പോ പാട്ട് കേൾക്കുമ്പോ ഇത് നമ്മുടെ എന്റെ വീടാ ഞങ്ങളുടെ വീട് നമ്മൾ പറയുന്ന ചങ്കാണെന്ന് പറയുന്നത്. നമ്മളങ്ങനെയാണ് ഒരു നാടും നമ്മളെയും റെക്കഗ്നൈസ് ചെയ്യുന്ന അങ്ങനെയാ. ചേട്ടന് സ്റ്റാർ സിംഗറിലായിരുന്നോ പാടാൻ പോയി കണ്ടസ്റ്റന്റ് 2006 അതില് ലെവൽ വരെ എത്തിയിരുന്നോ? ഫൈനൽ 5 ഉണ്ടായിരുന്നോ? നമ്മള് ബാക്കി എല്ലാവരൊക്കെ ക്ലാസിക്കൽ ട്രെയിൻ ആക്കിയിരുന്നു. നമ്മള് നമ്മുടെ ഒരു അടിപൊളി ആ ഒരു സെറ്റപ്പില്. പാട്ട് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ അതോ എപ്പോഴും പഠിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന ഇപ്പൊ ഹിന്ദുസ്ഥാനിയാണ് കൂടുതലും. ഖവാലി, ഹിന്ദുസ്ഥാനി അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഖവാലി പാടാൻ പറ്റുമോ ഇപ്പൊ? പിന്നെ ഉറപ്പായിട്ടും ഒന്ന് പഠിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് നല്ല രസം ഉണ്ടായിരുന്നു. धड़कने बेतहाशा तड़पने लगी, धड़कने बेतहाशा तड़पने लगी मेरे रश के कमर, ओ मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, मेरे रश के कमर तूने पहली नजर, मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, जब नजर से मिलाई मजा आ गया, तीर ऐसा लगा हो तीर ऐसा लगा, दर्द ऐसा जगा जब नजर से मिलाई मजा आ गया, ओ मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया. ചേട്ടാ നമ്മളെ എന്ത് സാധനവും നമ്മൾ ആസ്വദിക്കണം, നമ്മൾ ആസ്വദിച്ചാലേ കിട്ടുള്ളൂ. ചേട്ടൻ പാടിയപ്പോൾ മുഴുവൻ ചേട്ടനത് ആസ്വദിച്ചതിനെ ഇങ്ങനെ ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഡാൻസ് ആണെങ്കിലും ശരി, പാട്ടാണെങ്കിലും ശരി, എന്ത് വസ്തുവാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ശരി, നമ്മൾ ആസ്വദിച്ച് കഴിക്കണം. മുഖത്ത് നിങ്ങളുടെ മുഖത്തുനിന്ന് നമുക്കത് കിട്ടത്തുള്ളൂ. നല്ല രസമുണ്ട്. നമ്മളെ കുറിച്ച് ഫീൽ ചെയ്യുമ്പോഴാണ് ആ ഫീലിംഗ് മറ്റുള്ള ആൾക്കാർ. തീർച്ചയായും നിങ്ങൾ ഭയങ്കര രസമായിട്ട് പാടിയപ്പോഴേ ഞാൻ ഇങ്ങനെ ശരിയുള്ള ഭയങ്കര ഇപ്പം ചേട്ടൻ പാടിയ പാട്ട് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് പാടിയത് മേരേ എന്നെ തീർന്നു. പക്ഷെ ചേട്ടൻ അതല്ല, അതിനെ അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോയിട്ടേ ലാൻഡ് ചെയ്യിച്ചിട്ട് എന്നെ സേഫ് ലാൻഡ് ചെയ്യിച്ചു. അത് നമ്മള് ശരിക്കും അത് തുറന്നു പോകേണ്ട അതാണ് ശരിക്കും ഫീൽ. അങ്ങനെ ഒരു ഭയങ്കര ഹൈയും ലോയും വെച്ചിട്ട് ഒരു ഫ്ലോട്ട് ചെയ്തിട്ടാണ്. അതിൽ തന്നെ നമ്മൾ ഫേക്ക് കൊണ്ട് അങ്ങേറ്റത്ത് വരെ കൊണ്ടുപോകാൻ പറ്റും, തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ. ഫത്തേഖ് അലി ഖാൻ സാബിന്റെയാണ് ഈ പാട്ട് ശരിക്കും ഒറിജിനൽ. ഫത്തേഖ് അലി അദ്ദേഹത്തിന് ഭയങ്കര ഫാനാ. അപ്പൊ ഈ സാധനങ്ങൾ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ എന്റെ വൈഫ് പറയും, എന്റെ ദൈവമേ അപ്പുറത്തേക്ക് ആൾക്കാരുണ്ട് ഓടി വരുന്നുണ്ടായിരിക്കും. അപ്പൊ അവരിപ്പോ അറിയാലോ സെറ്റാണ്. അപ്പൊ നമ്മളെങ്ങനെ എന്തൊക്കെ ഒച്ചെടുത്താലും ഓക്കെയാണ്. ചേട്ടന്റെ ലൈഫില് കൂവലൊക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ചോദിക്കണോന്നല്ലേ? ഉറപ്പല്ലേ. അത് എന്റെ അഭിപ്രായത്തില് ശരിക്കും നമ്മൾ ആദ്യം കൂക്കിൽ തുടങ്ങണം. കൂക്കിൽ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഫുൾ കോൺഫിഡന്റ് ആവുള്ളൂ. അപ്പൊ നമ്മള് കൂക്ക് കിട്ടുമ്പോൾ നമ്മളത് ആ തെറ്റുകൾ
നമ്മൾ തിരുത്താൻ ശ്രമിക്കും തന്നെത്താനെ. അങ്ങനെ കുറേ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു പാട്ട് ഫസ്റ്റ് പാടുമ്പോൾ ചിലപ്പോൾ അത്ര സെറ്റ് ആവൂല. ഒരു 3 സ്റ്റേജ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ പാട്ടിലേക്ക് നമ്മൾ വന്നത് പാടി തെളിയുന്നതാണ്. ശരിക്കും പാടി തെളിയുന്നതാണ്. ഇപ്പോഴും കൂക്ക് കിട്ടാറുണ്ട്. അത് കൂകും കൈയടിക്കുള്ള നമ്മുടെ ഒരു ഊർജം. ലൈഫിലെ എപ്പോഴെങ്കിലും ഈ പാട്ട് കൊണ്ട് മുന്നോട്ട് ജീവിതം പോകാം, അത് കൊറോണ അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ജോലി വേണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? അത് കൂടുതലും ഇപ്പൊ നമുക്ക് എത്ര പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഈ ജൂൺ ജൂലൈ ആഗസ്റ്റിലെ അത് ഭയങ്കര ശോഭരിക്കും. ഞങ്ങളുടെ നാട്ടിലെ റബ്ബർ വെട്ടുകാരൊക്കെ ഉള്ളൊരു അവസ്ഥ, അത് മഴക്കാലമായ പിന്നെ പണിയില്ല, പഞ്ഞമാസം, പെയിന്റിങ് പണിക്കാര്, റബ്ബർ വെട്ടുകാര്. അപ്പൊ ഇപ്പൊ ഒരു ട്രോള് ഇറങ്ങിണ്ടായിരുന്നു, മനസ്സമ്മാനത്തിൽ ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങുമ്പോ പാട്ട് വെക്കുമ്പോഴുള്ള പാട്ട് എത്രയോ, ഉണ്ണാനുമില്ല ഉടുക്കാനുമില്ല കണ്ണീരിൻ കൊടി മാത്രം പരിചയിച്ചു ആരോരുമില്ലാത്ത തെണ്ടി പക്ഷെ 6 അടി മണ്ണിന്റെ ജന്മി. ഇപ്പൊ ട്രോളൊക്കെ ലാസ്റ്റ് വരി പറഞ്ഞപ്പോഴാണ് അപ്പൊ ഈ ഉണ്ണാനുമില്ല ഉടുക്കാനും അതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോ ഈ ജോലി വിട്ടിട്ട് വേറെ ജോലി തേടാം എന്ന് തോന്നാറുണ്ടല്ലേ? ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മള് ഒരു കലാകാരൻ എന്ന് പറയുമ്പോ അതിനൊരു വേറൊരു ഇതല്ല. ശരിക്കും പണ്ടത്തെ കലാകാരന്മാരൊക്കെ അവര് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും നമ്മുടെ ഫാദറൊക്കെ ആണെങ്കിലും അവർക്ക് കലയായിരുന്നു മെയിൻ. ഇപ്പൊ നമ്മള് കലയുടെ കൂടെ കുറച്ച് ബിസിനസ്സും കൂടി അറിയാലോ, നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മള് പേയ്മെന്റ് ഒക്കെ പറഞ്ഞ് അത്യാവശ്യം അല്ല അങ്ങനെ തന്നെ വേണം. നമുക്കൊരു നമ്മളെ വിളിക്കുന്നത് എന്തുകൊണ്ടാ? ഫ്രീ ആയിട്ട് പാടാനല്ല, നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ ആ മാർക്കറ്റ് നമ്മൾ വിലയിട്ടേ പോകാവൂ. അപ്പൊ ചില ആൾക്കാർക്ക് നീരസവും. അപ്പൊ നമ്മൾ അത്ര അതെന്താന്നറിയാം നീരസം, എന്റെ ഒരു കാൽക്കുലേഷൻ ആണ്, അവൻ അത്രയ്ക്കൊന്നും ഇല്ല കൊടുക്കാൻ മാത്രം. കറക്റ്റ് ആയിട്ടും ഞാൻ പരമാവധി ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മള് അത്യാവശ്യം ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഒരു തലങ്ങളിലേക്ക് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോഴും നമ്മളൊരു പേയ്മെന്റ് പറയുമ്പോൾ നമ്മൾ അതിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ. അങ്ങനെ ചില സമയത്ത് ഞാൻ ഉടക്കാറുണ്ട്. വന്ദേ മാതരം പാടി നമുക്ക് അവസാനിപ്പിച്ചേക്കാം. തേരെ പാസ് ഹി മേ ആ രഹാ ഹൂം അപ്നി ബാഹേं കോൻ ദേ सौर से मुझको गले लगा ले मुझको फिर वो प्यार है अम्मा अम्मा तू ही जिंदगी है, तू ही मेरी मोहब्बत है, तेरे पैरों में जन्नत है, तू ही दिल तुझा मामा तुझे सलाम, माँ तुझे सलाम, मामा तुझे सलाम, या माँ तुझे सलाम, वंदे मातरम, 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 माँ तुझे सलाम. ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ലൈഫിലേ മാറിപ്പോയാലും എങ്ങനെയൊക്കെയാണെങ്കിലും വളർന്നു വരാനുള്ളതാണെങ്കിൽ അതെങ്ങനെ ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും അത് വരും. ഇനിയും പൊളിക്കട്ടെ, ഇനിയും വേദികൾ ഉണ്ടാവട്ടെ, ലൈഫിൽ എല്ലാം സന്തോഷമായിട്ടുണ്ടാവട്ടെ.